ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം 5 ഭക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത്. അവരെല്ലാവരും വിശ്വസിക്കുകയും ഭയങ്കര ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. സൂറത്ത് നൂഹിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 5 പേരുടെയും പേരുകൾ കാണാൻ പറ്റും. അവരെല്ലാവരെയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ 5 പേരും പിന്നെ സ്വാഭാവികമായിട്ട് മരിക്കുകയാണ്. ആ മരിക്കണ സമയത്ത് ഷെയ്ത്താൻ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് പറയാണ്, നിങ്ങൾക്ക് ഇത്രയും നല്ല മനുഷ്യന്മാരൊക്കെ വന്നതല്ലേ, അപ്പം നിങ്ങൾ അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് അവരെ ബിംബങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് ആ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മുന്നിൽ നിങ്ങളിങ്ങനെ ആരാധിച്ചു നോക്കുക, അവരത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ എന്ന് പറയണം. അവിടുത്തെ മനുഷ്യന്മാരെന്താണ് അത് കേട്ടിട്ട് ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവരുടെ ജനറേഷൻസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യണം, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളാണ് ഇവർ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഷിർക്ക് എന്ന ഒരു സംഭവം പൊട്ടി പുറപ്പെടുന്നത്. അള്ളാഹിന്റെ കൂടെ പങ്കുകാരെ ചേർക്കുകയാണ് അവർ ചെയ്തത്. ഇവരെ നമ്മൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബിംബങ്ങളെ അവർ ആരാധിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് നൂഹ് നബി അലൈഹി സ്വലാം ജനിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു നാട്ടിൽ നുബുവത്ത് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരേ ഒരു പടച്ചോൻ എന്ന് പറയുന്നത്, ഒരേ ഒരു റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ്, വേറൊരു ഇലാഹ് ഇല്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അവിടെ നൂഹ് നബി അലൈഹി സ്വലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം ദഅവ ചെയ്യുന്ന സമയമാണ്. എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അവിടെയുള്ള ഒരു മനുഷ്യന്മാരും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാം ഒരു ഭ്രാന്തനാണ്, വെറുതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. 950 വർഷത്തോളം നൂഹ് നബി അലൈഹി ഇസ്ലാം ദഅവ മാർഗത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 950 വർഷമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളുകളെ സ്വീകരിച്ചിരുന്നതും ദഅവ ചെയ്തിരുന്നതൊക്കെ. അതിൽ നിന്ന് ആകെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം, അതും വർഷങ്ങൾ കൂടുമ്പോൾ ഒരാള്, പിന്നെ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ ഒരാള്, അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അവിടെയുള്ള ആ ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ അതോറിറ്റീസോ അല്ലെങ്കിൽ അത്രയും ഹൈ ഒഫീഷ്യൽസോ അങ്ങനെ ആരും ആയിരുന്നില്ല. വെറും ഫാമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കൃഷി ചെയ്തിരുന്ന ആൾക്കാരൊക്കെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. അവർ മാത്രമാണ് അള്ളാഹു ആണ് നമ്മുടെ ഓൺലി വൺ റബ്ബ് എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ ഈ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ പാവപ്പെട്ടവര്, വളരെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവര്, അങ്ങനെയുള്ള മനുഷ്യന്മാരാണ്. അവിടെയുള്ള ഡോക്ടേഴ്സോ അവിടെയുള്ള ഒഫീഷ്യൽസോ ഭയങ്കര കിങ് ആയിട്ടുള്ള ആൾക്കാരോ അവരൊന്നും വിശ്വസിക്കുന്നില്ല. അവരൊന്നും എന്താ പറയാ, നൂഹ് നബി അലൈഹി ഇസ്ലാം എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആൻഡ് നൂഹ് നബി അലൈഹി ഇസ്ലാം വളരെ വിഷമിച്ചിട്ട് 950 വർഷത്തോളം രാവിലെയും പകലും എന്നൊന്നും ഇല്ലാതെ അദ്ദേഹം ദഅവ ചെയ്തിട്ടും ആരും ഇസ്ലാമിലേക്ക് വരാത്തത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ രാവും പകലും ഇല്ലാതെ ദഅവ ചെയ്യുന്നുണ്ട് പടച്ചോനെ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, നീ മാത്രമാണ് പടച്ചോൻ എന്നുള്ള ഒരു കാര്യം ആരും വിശ്വസിക്കുന്നില്ല. ആൻഡ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ ചെവി പൊത്തുകയാണ് എന്നാ പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാവും പകലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ, അതേപോലെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പേഴ്സണലി ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടും ഒക്കെ ദഅവ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം നൂഹ് നബി അലൈഹി ഇസ്ലാം ചെന്നിട്ട് അവരോട് ഇതേപോലെ ദഅവ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ മാർഗം സ്വീകരിക്കാം, നീ പറയുന്ന പോലെ ഞങ്ങളെല്ലാം വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നെ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ, കാരണം അവരെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ്. അത്രയും പൈസ ഇല്ലാതെ, അത്രയും ഡിഗ്നിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അവരെ നീ ഒഴിവാക്കണം, നിന്റെ ഈ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഞങ്ങൾ നിന്റെ ആ ഒരു മതം സ്വീകരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കാം എന്ന് പറയണം. അത് കേട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം അത്രയും നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിട്ട് വന്ന മനുഷ്യന്മാരെ അടുത്ത് ഞാൻ എങ്ങനെയാണ് അവരെ ഞാൻ പുറത്താക്കുക,
എനിക്ക് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല, അപ്പോൾ നീ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാര്യം അള്ളാഹു താലാനോട് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അള്ളാഹു താലാനോട് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്ന ശിക്ഷ എന്താണോ അത് അവർക്ക് കൊടുക്കണം. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട്, അതുപോലെ ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്മാരും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പാടില്ല. കാരണം അവർക്ക് ഇനിയും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അഹങ്കാരികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള മനുഷ്യന്മാരാവും ഇനിയും ഉണ്ടാവുക. അവർ ഇനിയും സമൂഹത്തിൽ ഡിസ്ബിലീഫ് ഉണ്ടാക്കുകയുള്ളൂ, അവിശ്വാസങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താണോ അത് നീ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നുണ്ട്. ഈ 950 വർഷം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദാവാ പീരീഡ് മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്ന കുറച്ചു കാലമുണ്ട്, അതിനുശേഷം ഫ്ലഡൊക്കെ വന്നതിന് ശേഷമുള്ള കുറച്ച് കാലങ്ങളും കൂടി ഉണ്ട്. അപ്പൊ എത്രത്തോളം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അതേപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് എത്രത്തോളം ആയുസ് ഉണ്ടായിരുന്നു, എത്ര ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനെ ഇവര് വീണ്ടും ദാവ മാർഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. അത്രയും വിശ്വാസത്തോടെ എന്തായാലും പഠിച്ചോൻ അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം ദാവ ചെയ്തിരുന്നത്. അദ്ദേഹം അത്രയും ആൾക്കാരോട് കരഞ്ഞ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആകെ ഒരു പഠിച്ചോൻ എന്ന് പറയുന്നത് റബ്ബാണ്, എന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ട് അയച്ചതാണ്, നിങ്ങൾ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവസാന നിമിഷം, ലോകാവസാനത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ട്, ദയവായി വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടും ആരും അതൊന്നും കേൾക്കുന്നില്ല. അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും കളിയാക്കുകയാണ്, ഇവനൊരു ഭ്രാന്തനാ, ഇവൻ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഒരു ലെവൽ ഓഫ് പുച്ഛത്തിലാണ് അവര് എല്ലാവരും നൂഹ് നബി അലൈഹി സ്വലാമിനെ കണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര വിഷമിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ ആരും ഇസ്ലാം മതം സ്വീകരിക്കില്ല, നിന്റെ വാക്ക് ഇനി ആരും കേൾക്കില്ല. അപ്പൊ അള്ളാഹ്ക്ക് തന്നെ അറിയാം ഇത്രയും പേര് ഇപ്പൊ ഈ വിശ്വസിച്ച ആൾക്കാർ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിക്കുള്ളൂ എന്നുള്ളതും ബാക്കി ആരും സ്വീകരിക്കില്ല എന്നുള്ളതും. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു ഷിപ്പ് പണിയണം, വലിയൊരു കപ്പൽ പണിയണം. കപ്പൽ എങ്ങനെ പണിയണ്ടേന്നുള്ളതൊക്കെ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ ആ ഒരു കപ്പൽ പണിയാൻ വേണ്ടിയിട്ട് പറയണം. അപ്പൊ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന് മനസ്സിലാവുന്നുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ പോവാണെന്നുള്ളത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹ് പറയുന്ന കാര്യം അനുസരിക്കുകയും കപ്പൽ പണിയാൻ വേണ്ടി നോക്കുകയും ചെയ്യുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് കപ്പൽ പണിയുന്നത് എങ്ങനെയാണെന്നുള്ളത് നൂഹ് നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഈ ഒരു കപ്പൽ പണിയുന്നത് ഒരു വലിയൊരു മലയുടെ മുകളിൽ പോയിട്ടാണ് പണിയുന്നത്. അവിടെ വെച്ച് പണിതാൽ മതി എന്നാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ചെന്ന് പണിയുന്നുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിന് ജിബ്രീൽ അലൈഹി സ്വലാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെ പണിയണ്ടേന്നുള്ളതൊക്കെ. അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 4 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്, ആ 4 ആൺകുട്ടികളൊക്കെ സഹായിച്ചു, അല്ലെങ്കിൽ 3 ആൺകുട്ടികൾ സഹായിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരു കേൾവിയും കേൾക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അറിയില്ല. എന്തായാലും നൂഹ് നബി അലൈഹി സ്വലാം കപ്പല് നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര വലിയ കപ്പലാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു കപ്പലാണ് നിർമ്മിക്കുന്നത്. വളരെ ചെറുതോ ഒന്നുമല്ല. ഒരു യാൺ എന്ന് പറയുന്നത് 3 അടിയാണ് ഉയരം എന്ന് പറയുന്നത്. അതുപോലെ അതിൽ 30 യാണാണെന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്, ചിലയിടത്ത് 50 എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് 100 എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയൊരു കപ്പലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമല്ല, ക്ലോസ്ഡ് ആയിട്ട് എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ളൊരു കപ്പലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ, അവിശ്വാസികൾ വന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിനെ കളിയാക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് നീ ദൈവത്തിന്റെ ദൂതനാണെന്നുള്ളതാണ്, പക്ഷെ നീ എന്താ ഇപ്പൊ കപ്പലൊക്കെ പണിയുന്നത്, നീ ആശാരി ആയോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വളരെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അവരൊക്കെ അവിടെ വന്നിട്ട് മലമൂത്ര വിസർജനം വരെ ചെയ്യുന്നുണ്ട് ഈ കപ്പലിനടുത്ത് വന്നിട്ട്. അത്രയും വൃത്തികെട്ട രീതിയിലാണ് അവിടുത്തെ ആൾക്കാർ പെരുമാറിയിരുന്നത്. അങ്ങനെ അള്ളാഹു താല ഇവിടെ കപ്പലിന്റെ പണി ഫുള്ള് തീർന്നതിന് ശേഷം അള്ളാഹു താലാനോട് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, കപ്പലിന്റെ പണിയൊക്കെ തീർന്നു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു താല പറയുന്നുണ്ട്, നിന്നെ വിശ്വസിക്കുന്ന എല്ലാവരെയും, നിന്നില് അല്ലെങ്കിൽ അള്ളാഹു താലാനെ വിശ്വസിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച എല്ലാവരെയും ഈ കപ്പലിനുള്ളിലേക്ക് ആക്കാം. ആൻഡ് അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഒരു പെയർ ഓഫ് ആൾക്കാർ, ഒരാണും ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ അവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഹം ആ ഒരു കാറ്റഗറി ആണെങ്കിൽ സിംഹവും സിംഹത്തിൻ്റെ ആ ഒരു ഫീമെയിൽ വേർഷനും,
പുലിയും പുലിയുടെ ഫീമെയിൽ വേർഷനും മാനും മാനിന്റെ ഫീമെയിൽ വേർഷനും, അങ്ങനെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഒരു പേരിനെയും കൂടിയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു താല പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ ഈ ഒരു നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 4 മക്കളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. യാമ്, ഷാമ്, ഹാമ്, ജാഫേത്ത്, ഇങ്ങനെ 4 മക്കളാണുള്ളത്. അതിൽ തന്നെ യാം എന്ന് പറയുന്ന മകൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. അവനൊരു അവിശ്വാസിയായിരുന്നു. ബാക്കിയുള്ള 3 മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അള്ളാഹു താല മഴ വർഷിപ്പിക്കാൻ തുടങ്ങി. ഭയങ്കര കോരിച്ചെറിയുന്ന ഒരു മഴയായിരുന്നു അത്. സാധാരണ മഴത്തുള്ളികൾ പോലെയല്ല. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അത് കമഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ വെള്ളം വീഴുന്നത് അതിനനുസരിച്ചിട്ടാണ് മഴ പെയ്ച്ചുകൊണ്ടിരുന്നത്. പോരാത്തതിന് തന്നെ അടിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് പൊന്താനും തുടങ്ങി. അങ്ങനെയുള്ള സമയത്താണ് ഇവരെല്ലാവരും ഈ കപ്പലിൽ കയറുന്നത്. അപ്പൊ യാമ മാത്രം കയറാൻ വിസമ്മതിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം നോക്കിയിട്ട് യാമിനോട് പറയുന്നുണ്ട്, നീ ഇതിൽ കയറിക്കോ, നിനക്ക് ഇസ്ലാം മതം സ്വീകരിക്കുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, നിന്നെ ആരും രക്ഷിക്കില്ല, അള്ളാഹു താലാന്റെ അദാബ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് യാമിനെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യാമ സമ്മതിക്കുന്നില്ല. മാത്രമല്ല യാമ പറയുന്നുണ്ട്, ഞാൻ ഒരു മലമുകളിൽ പോയി നിൽക്കും, അപ്പൊ ഒരിക്കലും അവിടേക്ക് വെള്ളം എത്തില്ലല്ലോ, അവിടേക്ക് വെള്ളം എത്താത്ത സമയത്ത് ഇന്നാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ചെയ്യാനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പെട്ടെന്നൊരു വെള്ളപ്പാച്ചിൽ വന്നിട്ട് യാമ ഒഴുകി പോവാണ്. അപ്പൊ യാമ ഒഴുകി പോകുമ്പോൾ വേഗം അള്ളാഹു താലാനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, എന്റെ മകനാണ്, അത് അവനെ രക്ഷിക്കൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിശ്വസിച്ചവരെ അല്ലെങ്കിൽ ഇസ്ലാം മതം വിശ്വസിച്ചവരെ മാത്രമാണ് ഞാൻ രക്ഷിക്കുള്ളൂ, അവർക്ക് മാത്രമേ ഈ കപ്പലിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, വേറെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല, അവനൊരു അവിശ്വാസിയാണ്, അവന്റെ വിധി ഇതാണെന്ന് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കപ്പലിലൊക്കെ കയറി അവര് പെട്ടെന്ന് എന്തോ സംഭവിക്കുകയാണ്. ആ ഒരു കപ്പല് ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്ന് വെള്ളം വീഴില്ല, ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ്, ഒരു സബ്മറൈൻ പോലത്തെ ഒരു കപ്പലാണ്. അപ്പൊ ആ ഒരു കപ്പല് പെട്ടെന്ന് പൊന്തയും അത് വെള്ളത്തിലൂടെ പിന്നെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലം ഫുള്ള് വെള്ളപ്പൊക്കം പോലെ ആയിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഒരു 6 മാസത്തോളം ആ ഒരു മഴ നിർത്താതെ പെയ്യുകയും അവിടെ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ മരിച്ചു വീഴുകയും ചെയ്യാണ്. അപ്പൊ ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് എന്താണ് പുറത്ത് നടക്കണമെന്ന് അറിയില്ല, അവർ ഈ കപ്പലിന്റെ ഉള്ളിലല്ലേ. അപ്പൊ എന്നും ഇതുപോലെ ഒരു പക്ഷിയെ, ഒരു പ്രാവിനെ പുറത്തേക്ക് അയച്ചിട്ട് തിരിച്ചത് വരുമ്പോൾ നനഞ്ഞിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലാവും അവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നമാണ്, നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ 6 മാസത്തിന് ശേഷം അവിടെ മഴ പെയ്യലൊക്കെ നിന്നു, എല്ലാവരും മരിച്ചു എന്ന് എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അങ്ങനെ വീണ്ടും പ്രാവിനെ പറഞ്ഞേക്കാണ്. പ്രാവിനെ പറഞ്ഞയച്ചപ്പോൾ ഇപ്രാവശ്യം നനഞ്ഞിട്ടല്ല വരുന്നത്, ഒരു ഒലീവിന്റെ ചെടിയുടെ, ഒരു ഒലീവിന്റെ മരത്തിന്റെ ഇല കടിച്ചു പിടിച്ചിട്ടാണ് പ്രാവ് തിരിച്ചു വരുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി മഴ നിന്നിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ആ ഒരു സ്ഥലങ്ങൾ ഫുള്ള് ഭയങ്കര നനഞ്ഞിട്ടാവുമല്ലോ കിടക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം പ്രാവിനെ പറഞ്ഞേക്കാണ്. ഇപ്രാവശ്യം പ്രാവ് വരുന്നത് കാലിലൊക്കെ കുറച്ച് ചളി പുരണ്ടിട്ടാണ്, പക്ഷെ അത് കുറച്ച് നനവില്ലാത്ത ഒരു ചളിയായിരുന്നു. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ മണ്ണൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്, നനവില്ലാണ്ട് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അള്ളാഹു താല ഖുറാനിൽ പറയുന്നുണ്ട്, ഈ ഒരു കപ്പലിനെ ഞാൻ എവിഡൻസ് ആയിട്ട് വെക്കും, അവിശ്വാസികൾക്ക് ഇതൊരു എവിഡൻസ് ആയിട്ട് വെക്കുകയാണ് അള്ളാഹു താല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കപ്പൽ ചെന്നിട്ട് അടിയുന്ന സ്ഥലം എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ജൂഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് ഇത് അടിയുന്നത്. അവിടെ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ പലരും കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു ആലം, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് വരികയും അവരൊക്കെ സാധാ ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള എല്ലാ സ്ത്രീകളും കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകളാണ്. അവരിൽ നിന്നും ഒരു ജനറേഷൻ ഉണ്ടായിട്ടില്ല. പകരം നൂഹ് നബി അലൈഹി ഇസ്ലാം വഴിയാണ് പിന്നീടുള്ള ജനറേഷൻസ് ഫുള്ള് ഉണ്ടായിട്ടുള്ളത്, മനുഷ്യന്മാർ ഫുള്ള് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ 2ാമത്തെ ആദമാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാം
നൂഹ് നബി അലൈഹി ഇസ്ലാമാണ് അവരുടെ മൂത്ത ഉപ്പ. അവിടുന്ന് പിന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളായിട്ടാണ് ബാക്കി വരുന്ന ആ ഒരു തുടർ പരമ്പര എന്ന് പറയുന്നത്. ഈ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാം 350 വർഷത്തോളം ജീവിച്ചു എന്നും പറയുന്നുണ്ട്. ആ ഒരു 350 വർഷവും അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ദാവ ചെയ്തിട്ടും അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്തിട്ടും ഇസ്ലാമിന് വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നിന്നു എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും മനുഷ്യരും എന്ന്. അങ്ങനെയാണ് ചരിത്രം അവസാനിക്കുന്നത്.